ഇതുവരെ നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നീ ടെൻസുകളിലുള്ള സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പഠിച്ചത്. എന്നാൽ ഈ ടോപ്പിക്കിൽ നിന്നും കൂടുതലായി ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ഇംപെറേറ്റീവ് ആൻഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളെ കുറിച്ചാണ്. സെൻറ്റൻസുകളെ പൊതുവെ 4ആയാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇംപെറേറ്റീവ് ആൻഡ് ഇൻറ്ററോഗേറ്റീവ്. ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ. 2 രീതിയിലാണ് സാധാരണ ചോദ്യങ്ങൾ ഉള്ളത്: ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ WH വേർഡിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ. ഹൂ, വാട്ട്, വേർ, വൈ, ഹൗ എന്നിങ്ങനെയുള്ള വാക്കുകൾ. ഇനി യെസ് ഓർ നോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻസർ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് എന്നിങ്ങനെയുള്ള ഹെൽപ്പിംഗ് വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് യെസ് ഓർ നോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പഠിക്കാം. തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇവിടെ. ആക്റ്റീവ് വോയിസിൽ V1 ആണെങ്കിൽ പാസീവിൽ ഈസ്, ആം, ആർ പ്ലസ് V3. ആക്റ്റീവിൽ V2 ആണെങ്കിൽ പാസീവിൽ വാസ് ഓർ വേർ പ്ലസ് V3. ആക്റ്റീവിൽ ING ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബീയിങ് പ്ലസ് V3. ഇവിടെ ഞാൻ ഓക്സിലറി എന്ന് മാത്രം പറഞ്ഞത് INGയിൽ നമുക്ക് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഏതാണോ ടെൻസ് അതനുസരിച്ച് നമുക്ക് പാസീവിൽ എഴുതാം. ഇനി ആക്റ്റീവിൽ ഹാസ്, ഹാവ്, ഹാഡ് ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബീൻ പ്ലസ് V3. ആക്റ്റീവിൽ വിൽ, ക്യാൻ, ഷാൽ എന്നിങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. ഞാൻ ഒന്നുകൂടി പറയാം. ആക്റ്റീവിൽ V1 ആണെങ്കിൽ പാസീവിൽ ഈസ്, ആം, ആർ പ്ലസ് V3. ആക്റ്റീവിൽ V2 ആണെങ്കിൽ പാസീവിൽ വാസ് ഓർ വേർ പ്ലസ് V3. ആക്റ്റീവിൽ ING ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബീയിങ് പ്ലസ് V3. ആക്റ്റീവിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബീൻ പ്ലസ് V3. ആക്റ്റീവിൽ വിൽ, ക്യാൻ, ഷാൽ എന്നിവ ആണെങ്കിൽ പാസീവിൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇവിടെ ഒന്നും ഞാൻ ഒബ്ജക്റ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന് സ്ട്രെസ് കൊടുത്താണ് നമ്മൾ എഴുതുന്നതെന്ന്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ നോക്കാം. ഡസ് ഹി ടേക്ക് എ പെൻ? ഡസ് ഹി ടേക്ക് എ പെൻ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ? ക്വസ്റ്റ്യൻസിനെ നമുക്ക് 2 രീതിയിൽ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ 2 രീതിയും പറയാം. നിങ്ങൾക്ക് ഏതാണോ ഈസിയായി തോന്നുന്നത് അത് ഫോളോ ചെയ്യാം. ആദ്യത്തെ രീതി അനുസരിച്ച് ഈ സെൻറ്റൻസിനെ നമ്മൾ സ്റ്റെപ്സ് വൈസ് ആണ് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഡസ് ഹി ടേക്ക് എ പെൻ എന്ന ക്വസ്റ്റ്യനെ നമ്മൾ അസേർട്ടീവിലേക്ക് ചേഞ്ച് ചെയ്യാം. അസേർട്ടീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഹി ടേക്സ് എ പെൻ എന്ന് കിട്ടും. ടേക്സ് എന്ന വെർബ് വന്നത് നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. ഡസ് പ്ലസ് ടേക്ക് എന്ന് പറയുന്നത് ടേക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒന്നിച്ച് ഹി ടേക്സ് എ പെൻ എന്ന് എഴുതിയത്. ഇപ്പോൾ ഇതൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആയി. V1ലാണ്, അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാർട്ട് 2ൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ ഒബ്ജക്റ്റ് എ പെൻ സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ്. അപ്പോൾ പാസീവിൽ എഴുതുമ്പോൾ എ പെൻ ഈസ് ടേക്കൺ ബൈ ഹിം. എ പെൻ ഈസ് ടേക്കൺ ബൈ ഹിം. ടേക്ക് എന്ന വെർബിൻ്റെ 3ാമത്തെ രൂപം ടേക്കൻ. ഹി എന്നത് ബൈ ഹിമ്മായി മാറുന്നു. ഇനി ഈ പാസീവ് വോയിസിനെ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ആൻസറായി. എങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് ആക്കുക? ഹെൽപ്പിംഗ് വെർബിനെ ആദ്യം എഴുതിയാൽ മതി അല്ലേ? ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ഈസ് ആണ്.
അപ്പോൾ ആ ഈസ് എന്ന വേർഡിന് ആദ്യം തന്നെ എഴുതിയാൽ മതി. ഈസ് എ പെൻ ടേക്കൺ ബൈ ഹിം. ഈസ് എ പെൻ ടേക്കൺ ബൈ ഹിം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യനെ നമ്മൾ ആദ്യം അസർട്ടീവ് സെൻറ്റൻസ് ആക്കണം. ദെൻ ആ സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നു. അതിനെ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ആക്കണം. ഡസ് ഹി ടേക്ക് എ പെൻ? ഹി ടേക്സ് എ പെൻ. എ പെൻ ഈസ് ടേക്കൺ ബൈ ഹിം. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയാൽ മതി. ഈസ് എ പെൻ ടേക്കൺ ബൈ ഹിം. ഇനി ഇത്തരം സ്റ്റെപ്സ് എല്ലാം ഒഴിവാക്കി നമുക്ക് ഈ ക്വസ്റ്റ്യനെ നേരിട്ട് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഡസ് ഹി ടേക്ക് എ പെൻ? ഇവിടെ വെർബ് V1 ആണല്ലേ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആക്റ്റീവിൽ V1 ആണെങ്കിൽ പാസീവിൽ ഈസ് ആം ആർ പ്ലസ് V3 ആയിരിക്കുന്നു. ആം വരാൻ സാധ്യതയില്ല. ഐൻ്റെ കൂടെയാണ് ആം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എ പെൻ എന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്കറിയാം ഈസ് വരുള്ളൂ എന്ന്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓക്സിലറി ആദ്യം എഴുതണം. അപ്പോൾ ആദ്യം തന്നെ ഈസ് എഴുതാം. അതിനുശേഷം ഒബ്ജക്റ്റ് ഏതാണോ അത് എടുത്തെഴുതാം. ഈസ് എ പെൻ. പിന്നെ നമുക്കറിയാലേ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം എഴുതുന്നു ബൈ ഹിം. ഇവിടെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ടേക്കൺ. ഈസ് എ പെൻ ടേക്കൺ ബൈ ഹിം. ഡസ് ഹി ടേക്ക് എ പെൻ? ഈസ് എ പെൻ ടേക്കൺ ബൈ ഹിം. അടുത്തൊരു ചോദ്യം നോക്കാം. ഡിഡ് ഷീ റൈറ്റ് ദ ലെറ്റർ? ഡിഡ് ഷീ റൈറ്റ് ദ ലെറ്റർ. ഇവിടെ വെർബ് V2 ആണല്ലേ. ഡിഡ് റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൈറ്റ് എന്നാണ്. ആക്റ്റീവിൽ V2 ആണെങ്കിൽ പാസീവിൽ വാസ് ഓർ വേർ പ്ലസ് V3. ഇനി നോക്കിയേ, ഒബ്ജക്റ്റ് ദ ലെറ്റർ സിംഗുലർ ആണ്. അപ്പോൾ വാസ് വേർ എന്നതിൽ വാസ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഓക്സിലറി വെർബ് എഴുതാം വാസ്. ഒബ്ജക്റ്റ് ഏതാണ്? ദ ലെറ്റർ. പിന്നെ പതിവ് പോലെ V3 ബൈ ഹെർ അല്ലേ. ഇവിടെ V3 റിട്ടൺ ആണ്. വാസ് ദ ലെറ്റർ റിട്ടൺ ബൈ ഹെർ? ഡിഡ് ഷീ റൈറ്റ് ദ ലെറ്റർ? വാസ് ദ ലെറ്റർ റിട്ടൺ ബൈ ഹെർ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ദേ പണിഷ് ഹെർ? വൈ ഡിഡ് ദേ പണിഷ് ഹെർ? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് WH ക്വസ്റ്റ്യനും. WH ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതണമെന്ന് മാത്രം. സെൻറ്റൻസിലെ ഡിഡ് കാണുമ്പോൾ V2 ആണെന്ന് മനസ്സിലാക്കാം. പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വാസ് ഷീ പണിഷ്ഡ് ബൈ ദെം? വാസ് ഷീ പണിഷ്ഡ് ബൈ ദെം? ഇതുവരെ ചെയ്യാനാണ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചത്. ഇനി ഈസിയാണ്. WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ WH വേർഡ് ഏതാണോ അത് തന്നെ എടുത്തെഴുതിയാൽ മതി. വൈ വാസ് ഷീ പണിഷ്ഡ് ബൈ ദെം? വൈ വാസ് ഷീ പണിഷ്ഡ് ബൈ ദെം? ഇപ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും പഠിച്ചു അല്ലേ. ഇനി 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം. ഡു ദേ ടേക്ക് ബാഗ്സ്? ഡു ദേ ടേക്ക് ബാഗ്സ്? V1 ആണല്ലേ. ഡു ഒബ്ജക്റ്റ് പ്ലൂരൽ ആണ്. ബാഗ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഈസ് അല്ല വരിക, ആറാ വരിക. ആർ ബാഗ്സ് ടേക്കൺ ബൈ ദെം? ആർ ബാഗ്സ് ടേക്കൺ ബൈ ദെം? വെൻ ഡിഡ് ദേ ബൈ ദ കാർ? വെൻ ഡിഡ് ദേ ബൈ ദ കാർ? ഇവിടെയും വെർബ് V2ലാണ്. അതുകൊണ്ട് പാസീവിൽ വാസ് അല്ലെങ്കിൽ വേർ. ഒബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ്, ദ കാർ. അപ്പോൾ ആൻസർ വരിക വെൻ വാസ് ദ കാർ ബോട്ട് ബൈ ദെം? വെൻ വാസ് ദ കാർ ബോട്ട് ബൈ ദെം? ഇപ്പോൾ ഈ പറഞ്ഞ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ നേരിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിൽ ഓക്സിലറിയിൽ തുടങ്ങണം. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിൽ അതേ WH വേർഡിൽ തന്നെ തുടങ്ങണം. ഏത് ടെൻസ് ആണെന്ന് നോക്കണം. ടെൻസിനനുസരിച്ച് ഓക്സിലറി ഏതാണോ അത് എഴുതണം. V1 ആണെങ്കിൽ ഈസ് ആം ആർ, V2 ആണെങ്കിൽ വാസ് ഓർ വെർ എന്നിങ്ങനെ.
ഹൂ ടോട്ട് യു ഇംഗ്ലീഷ്? ഹൂ ടോട്ട് യു ഇംഗ്ലീഷ്? ഇതിൻ്റെ പാസീവ് എങ്ങനെ വരും? ബൈ ഹൂം were you taught English? By whom were you taught English? ഇവിടെ വേർബ് V2ലാണ്, അതുകൊണ്ട് was അല്ലെങ്കിൽ were. ഇവിടെ യു ആയതുകൊണ്ടാണ് ഞാൻ were എന്ന ഓക്സിലറി ഉപയോഗിച്ചത്. ഇനി ഇവിടെ നോക്കിയേ, ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡ് അല്ല ഞാൻ പാസീവിൽ ഉപയോഗിച്ചത്, പകരം ബൈ ഹൂം എന്നാണ്. അതായത് ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണെങ്കിൽ പാസീവിൽ ബൈ ഹൂം എന്നായിരിക്കും. ശ്രദ്ധിക്കണം, മുൻപ് പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിലും ഏതാണോ ക്വസ്റ്റ്യനിൽ തന്ന WH വേർഡ് അത് തന്നെയാണ് പാസീവ് വോയിസിൽ എഴുതിയത്. പക്ഷേ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയത് കൊണ്ട് പാസീവ് വോയിസിൽ ബൈ ഹൂം എന്നാണ് എഴുതിയത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിൽ ദേ ഫിനിഷ് ദ വർക്ക്? വിൽ ദേ ഫിനിഷ് ദ വർക്ക്? വിൽ, ക്യാൻ, ഷാൽ എന്നിവ ആക്റ്റീവ് വോയിസിൽ വന്നു കഴിഞ്ഞാൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. ഇവിടെ ഓക്സിലറി വില്ലാണല്ലേ, അതിനുശേഷം ഒബ്ജക്റ്റ്, പിന്നെ ബി പ്ലസ് V3. വിൽ ദ വർക്ക് ബി ഫിനിഷ്ഡ് ബൈ ദം? വിൽ ദ വർക്ക് ബി ഫിനിഷ്ഡ് ബൈ ദം? അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസുകളെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.